രാവിലെ എനിക്ക് ഒരു കോള് വന്നു. ഇവനും ഇവന്റെ അമ്മയും കൂടെ ഗ്രൂപ്പ് കോളാ ചെയ്ത്. ആൻഡ് എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്റെ പാരന്റ്സിനെ കൂടെ ഈ കോളിൽ ആഡ് ചെയ്തു. ആൻഡ് നിങ്ങൾക്കത് വേണ്ടാന്ന് പറഞ്ഞാല് പിന്നെ ആ പെണ്ണിന്റെ ജീവിതത്തിലേക്ക് അഭിമാനമുള്ളവർ എത്തി നോക്കൂടാ. തന്തയില്ലാത്തവനെന്ന് ഈ ആദർശിനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എല്ലാവരും വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഇത്തരം നാറികളെ നാട്ടുകാർ അറിയണം, ഇവനൊക്കെ എക്സ്പോസ് ആക്കണം. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് സാന്ദ്ര സന്തോഷ് എന്ന് പറയുന്ന ഈ പെൺകുട്ടി അനുഭവിച്ചു വന്നിട്ടുള്ള ഒരു സ്റ്റോക്കിംഗ്, ആ സാധനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഞാനൊരു പയ്യൻ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പെമ്പിള്ളേർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നി, ക്രഷ് അടിച്ച് അതിലേട്ടൻ മതി, അതിലേട്ടൻ മാത്രം മതി, അതിലേട്ടൻ ഉയരെന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റെ പിന്നാലെ ഇങ്ങനെ ശല്യം ചെയ്ത് വന്ന് കഴിഞ്ഞാൽ അവസാനം എനിക്ക് ഇതൊക്കെ എനിക്ക് വലിയ ശല്യമായല്ലോ. അങ്ങനെയല്ല, നിങ്ങൾ വന്നാൽ എനിക്ക് ശല്യമൊന്നുമില്ല കേട്ടോ, പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതല്ല ഇവിടുത്തെ വിഷയം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് ഒരു അകൽച്ച തോന്നിയില്ല. ഞാൻ അങ്ങോട്ട് തിരിച്ചു പറയാം. ഇപ്പം നിങ്ങളുടെ പിന്നാലെ ഞാൻ ശല്യമായിട്ട് വരികയാണ്. അപ്പം ഞാൻ ഭയങ്കര ശല്യമായി, ഞാൻ ശല്യം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട തന്തയില്ലായ്മയെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ശല്യം ചെയ്യാം, അതിൻ്റെ പീക്ക് ലെവലിൽ ശല്യം ചെയ്യുന്നുണ്ട്. പല ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒന്ന് ബ്ലോക്ക് ചെയ്ത് അടുത്തയിലെന്ന്, ഒരു മെയിൽ ബ്ലോക്ക് ചെയ്ത് അടുത്തായിരുന്നു, അങ്ങനെ പല രീതിയിൽ ഞാൻ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഓക്കെ, ഏത് രീതിയിൽ നിങ്ങൾ പുതിയ സിം എടുത്താലും അല്ലെങ്കിൽ പുതിയ അക്കൗണ്ട് തുടങ്ങിയാലും അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്താൽ വേറെ അക്കൗണ്ട് വഴി ഇങ്ങനെയൊക്കെ പല രീതിയിൽ ശല്യം ചെയ്യുക. ഈ പ്രേമം എന്ന് പറയുന്ന സാധനം ചോദിച്ച് മേടിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ല. ഓക്കെ, നമുക്കിപ്പോൾ ഒരാൾ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമാണെന്ന് പറയും. ഇപ്പോൾ എനിക്ക് നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ വന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ്, അവൾ അഴക്, ഞാൻ പണ്ടാറടങ്ങാനായിട്ട് നീ അവൾ അഴക് എന്നൊക്കെ പറഞ്ഞ് വേണേൽ പ്രപ്പോസ് ചെയ്യാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറയാം. പക്ഷെ ആ സമയത്ത് സ്പോട്ടിൽ നിങ്ങൾ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കെടുത്തോണ്ട് പോകണം, എൻ്റെ കാര്യം നോക്കി പോകണം. അതാണ് ഒരു വ്യക്തിയുടെ ക്വാളിറ്റി. പകരം ഇഷ്ടമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവളെ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് ഒരു പൊതു ശല്യമായി മാറുന്നത് മറ്റേടുത്ത പരിപാടി എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവിടെ സാന്ദ്ര സന്തോഷ് എന്ന് പറയുന്ന ഈ പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ളത് പീക്ക് ലെവല് ഒരു ദുരന്തമാണ്. അതായത് സ്കൂൾ കാലഘട്ടം മുതൽ ആദർശ് എന്ന് പറയുന്ന ഒരുത്തൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിന്നാലെ കൂടുന്നു. ഇവൾ എത്ര റിജക്റ്റ് ചെയ്തിട്ടും അവൻ വീണ്ടും ശല്യം ചെയ്യുന്നു. പിന്നാലെ നടന്ന് കണ്ട കാട്ടപരായത്തരങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്, പല രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇവള് കേസ് കൊടുത്തിട്ടും ഒരു തേങ്ങ നടക്കുന്നില്ല, ഇനി അവൻ ഭ്രാന്തനായിട്ട് ഇറങ്ങി തിരിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് സംഭവങ്ങൾ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ അവസ്ഥ പരിതാപകരമാണ്. ഇങ്ങനെ ഒരു നാറി നിരന്തരം ശല്യം ചെയ്യുമ്പോൾ അതിങ്ങനെ എന്നും ശല്യമായി മാറുമ്പോൾ അവളുടെ മെന്റൽ ആ ഒരു സ്റ്റെബിലിറ്റി തന്നെ വളരെയധികം മോശമായിട്ട് ബാധിക്കും. കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഒരു പ്രാവശ്യം കേസ് കൊടുത്തു, അങ്ങനെ കേസ് കൊടുത്തപ്പോൾ ഈ നാറി ആദർശിൻ്റെ അപ്പനും അമ്മയും കൂടി ഇവളെ കാലിൽ വീഴുന്ന് എങ്ങനെയെങ്കിലും ഒന്നും പിൻവലിക്കണം, അവന് പുറത്തു പോകാനുള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം ആ കണ്ണീരിൽ വീഴുന്ന് ഇവൾ കേസ് പിൻവലിച്ചതാണ് ഇവൾക്ക് പറ്റിയ ഏറ്റവും വലിയ അവസ്ഥ. ഓക്കെ, അങ്ങനെ അവൻ പുറത്തു പോയിട്ട് വീണ്ടും അവളെ ശല്യം ചെയ്തു. പുറത്ത് പോകുമ്പോഴെങ്കിലും നന്നാവുമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ അവൻ നന്നായില്ല, അവൻ വീണ്ടും ഇവളെ ഇതുപോലെ പല രീതിയിൽ ശല്യം ചെയ്തു കൊണ്ടേയിരുന്നു. അവൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും ശല്യത്തോട് ശല്യം. ഇതൊരുമാതിരി ഒരു സൈക്കോയാണ്. സൈക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് മാനസിക രോഗമാണെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ഈ നായിൻ്റെ മോനെ പിടിച്ചു നിർത്തി അല നോക്കി 10-15 കൊടുക്കണം, ഇവൻ വീഴണം അവിടെ. ആ സെറ്റപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ ഈ കഴപ്പ് അങ്ങ് നിൽക്കും. ഇതൊരു ഒന്നാം തരം കുത്തിക്കഴപ്പാണ്. ഓക്കെ, അതാണ് സംഭവം. എന്തായാലും സാന്ദ്ര സന്തോഷ് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. So, I didn't really want to do this in my creative space, but I think everyone should hear what others has to say and also see who he is. So, he's a man who has been stalking me for the past 12 years, and that's since my school days. So, it's been 12 years and he still continues to cross every possible boundary. So, he repeatedly tests me whenever he wants, whatever he wants, threatens me and refuses to accept the word no. So today he called my parents to tell him that I'm a prostitute simply because I never agreed to date him or even entertain his obsession. He also surrendered my family and said that he would kill them. So for years he has threatened me with acid attacks, guns and violences. So he says his sister would never face something like this because she has character. And apparently, according to him, my character is questionable because I rejected him and also because I had past relationships, not because of his behavior. So, a woman saying no becomes a problem. A man stalking, threatening, harassing and terrorizing someone for 12 years somehow still walks around comfortably.
So I have tried handling this privately. I have tried ignoring it. I have tried functioning like a normal human being and living my life while constantly being pushed to my emotional limits by someone who refuses to leave me alone. About the legal side, I currently live in Netherlands and have already filed a case here to ensure my safety. Filing a case in FIR or filing an FIR in Kerala is while I'm abroad is a difficult process. And honestly, my faith in the system has been shaken after years of trying to seek help. Apparently, 12 years of online harassments, threats, and intimidating and psychological torture is not serious enough to take a strong action. So I'm done staying silent here. So if anything happens to me or my family, this man is directly responsible. He's someone's son, someone's good brother, some people describe him as nice, but this is who has been for me over a decade. I really hope exposing him and is going to help me some way or the other. I really don't know how. ഫുൾ ഇംഗ്ലീഷ് ആണല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത്, ആദർശ് എന്ന് പറയുന്ന ഈ നായിൻ്റെ മോൻ വീട്ടിലെ പൊന്നമ്മന്നെ, ചിലവർക്ക് നല്ല സഹോദരൻ, ചിലവർക്ക് നല്ല പയ്യൻ, നല്ല കുടുംബക്കാരൻ എല്ലാം ആണ്. കണ്ണിലുണ്ണിയാണ്. പക്ഷേ ഈ പെൺകുട്ടിയുടെ അടുത്ത് അവൻ വെറും ചെറ്റയാണ്. ഓക്കെ, കഴിഞ്ഞ 12 വർഷമായിട്ട് തുടങ്ങിയ ചെറ്റത്തനമാണ്. ആ പെൺകുട്ടി അനുഭവിക്കുന്ന ആ ഒരു മെൻ്റൽ ട്രോമ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അവൻ അയച്ചിട്ടുള്ള തെറികൾ നിങ്ങൾ പൗസ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇഷ്ടമെന്ന് പറയുന്നു, അവൾ റിജക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ പിന്നാലെ മെൻ ഈഗോ അടിച്ചതാണ് പുന്നാര മോന്. ഇവന് മാനസികമായിട്ട് വല്ല പ്രാന്തുണ്ട്, വല്ല ഷോക്ക് ഇവൻ്റെ മറ്റു സാധനം വഴി ഇവൻ ഷോക്ക് കൊടുക്കണം. അവിടെ നിന്ന് കയറണം അവന് ഷോക്ക്, എങ്കിലും ഇവൻ്റെ കഴപ്പ് നിൽക്കത്തുള്ളൂ. ഓക്കെ, അത്രയും വലിയ ചെറ്റ വർത്തമാനങ്ങളാണ് ഇവൻ ആ പെൺകുട്ടിയെ എടുത്ത് മെസ്സേജിലൂടെ അയച്ചിട്ടുള്ളത്. ആ പെൺകുട്ടി അതെല്ലാം അവൻ അയച്ചിട്ടുള്ള മെസ്സേജ് എല്ലാം കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നാലെ ഇനി അന്വേഷണം മറ സൈഡ് കേൾക്കേണ്ട ഒരാവശ്യമില്ല. ഇത്രയും മെസ്സേജ് മാത്രം മതി അവൻ എത്രത്തോളം ചെറ്റയാണെന്ന് കാണാനായിട്ട്. ഇനി ഈ പെൺകുട്ടി കേസ് കൊടുക്കും കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ വേറൊരു രീതിയിൽ ഇവൻ ആ പെൺകുട്ടിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാന്ദ്രയ്ക്ക്. ഓക്കെ, അത് ഞാൻ കൊടുക്കാം. അതിനു മുന്നേ ഇവൻ ഇപ്പോൾ ചെറിയൊരു തട്ട് കെട്ടിയിട്ടുണ്ട്. ഈ സാധനം സോഷ്യൽ മീഡിയയിൽ കയറിയപ്പോൾ, കാരണം നാട്ടിലെ പൊന്നോമന്നെ, കുടുംബക്കാരുടെ പൊന്നിലുണ്ണി കണ്ണിലുണ്ണിയൊക്കെ ആയ ഇവൻ ഇത്രത്തോളം ചെറ്റയാണെന്ന് ഇവളെ എക്സ്പോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവന് ചെറിയൊരു തട്ട് കെട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അതിലോട്ട് വരാം. അതേ മുന്നേ ഈ നാറി ഇവക്ക് അയച്ചിട്ടുള്ള ഒരു മെസ്സേജ് ഞാനൊന്ന് കൊടുക്കാം. ഞാൻ ബ്രാൻഡല്ല, ഇവൻ ഭ്രാന്തൻ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഞാൻ ഭ്രാന്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. നിനക്ക് അത് പോയ ഉടനെ അവർ തരും, കാരണം അത്രയ്ക്ക് കഴിപ്പണം കെട്ടാനാണ് നീ. സോ ഇജ് എന്ത് പണി തന്നാലും ഞാൻ ഊരി വരും. ഇനി ഇജ് ചെയ്യുന്നു അറിയാം, ബട്ട് ഇനി എൻ്റെ മൈൻഡിൽ വരുന്ന ഓരോ നെഗറ്റീവ് തോട്ട്സും 19 ടൈംസ് എൻ്റെ ലൈഫിൽ തന്നെ മാനിഫെസ്റ്റ് ആവും. ഐ ഗോട്ട് ആൻ ആൻസർ ഓൺ വാട്ട് യു ഏൺഡ് ദിസ്. തിരിച്ചു പോവാൻ പെട്ടി പാക്ക് ചെയ്തോ, ഫ്യൂ മോർ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഈ നായിൻ്റെ മോനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇവന് ഭ്രാന്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് പറയാനുള്ള എൻ്റെ പൊന്ന് നിയമപാലകരൊക്കെ പോലീസുകാരെ, ഇവനെയൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇടിച്ചങ്ങ് ഉതവാതാക്കണം. കാരണം അത്രയും ചെറ്റയാണ്. ഓക്കെ, ആ പെൺകുട്ടി കഴിഞ്ഞ 12 വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരു മെൻ്റൽ സ്ട്രെസ് അല്ലെങ്കിൽ ട്രോമ ഇതെല്ലാം ചെറുതല്ല. ഒരാളെ പിന്തുടർന്ന് നടന്ന് ശല്യം ചെയ്യുക അല്ലെങ്കിൽ പച്ച അപരാധങ്ങൾ വിളിച്ച് പറയുക നല്ലൊരു കാര്യമല്ല. ഒരാൾക്ക് നമ്മളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആട് നോക്കി പോവുക, അല്ലാതെ അവരെ പിറകെ നടന്ന് എന്ത് കാട്ടവരായത്തനോ തന്തയില്ലായ്മ കാണിക്കുന്നതല്ല അന്തസ്. അപ്പോൾ കുറച്ച് പേർക്കൊരു ഡൗട്ട് കാണും, നാട്ടിൽ വന്നിട്ട് ഇവൾ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ചിലപ്പോൾ കുറച്ച് പേർക്ക് കാണും. അതിനെ പറ്റിയിട്ടും ഈ പെൺകുട്ടി പറയുന്നുണ്ട്, കേൾക്കാം. So when I later started working in Kochi, he threatened to appear at my workspace. He even contacted my director and also made the similar statements. So due to my safety concerns, I was asked to work from home for 3 months. And at that point, I approached police. However, his family requested me to withdraw the complaint. They also assured me, me and my parents, that this would be the last incident and he would move abroad and focus on his career. My parents and I did not want to destroy someone's future if there was a chance he would change. So we choose not to proceed with the FIR, also for our own mental health. So unfortunately, that decision didn't change anything over all these years. He continued to stalk me through different fake accounts, and since I started posting publicly in this account, he convinced himself that universe was somehow giving him signs to contact me again. This account was created simply as a space for me to share my creativity and things that I enjoy to do, and yet he interpreted my public presence as something that was never meant to be.
ഓക്കെ, ഇവള് നാട്ടിലുണ്ടായിരുന്ന സമയത്ത്, കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ഫ്രം ഹോം ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ റീസൺ ഇവൻ അവിടെയും ശല്യമായിരുന്നു. അങ്ങനെ മാനേജറിന്റെ അടുത്തൊക്കെ കാര്യം പറഞ്ഞ് ഇടപെട്ട് വർക്ക് ഫ്രം ഹോം ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അതുപോലെ ഇവള് നാട്ടിലുണ്ടാകുന്ന സമയത്ത് കേസ് കൊടുത്ത് സ്റ്റേഷനിലൊക്കെ വന്ന സമയത്ത് ഇവന്റെ അച്ഛനും അമ്മയും ഒക്കെ കാല് പിടിച്ച് പിന്നെ എബ്രോഡിൽ പോകാനുള്ളതാണ്, കേസായി കഴിഞ്ഞാൽ പോകാൻ പറ്റൂല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം അവർ കാല് പിടിച്ചത് കൊണ്ട് മാത്രം ഇവള് വിട്ടുകൊടുത്ത്. അങ്ങനെ അവൻ ഇനി എബ്രോഡിൽ പോയതിനു ശേഷം ശല്യമൊന്നും ചെയ്യില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ വാക്കൊക്കെ പറഞ്ഞൊക്കെയാണ് പോയത്. പക്ഷേ സംഭവം നേരെ അൽക്കുലത്ത് പരിപാടിയായി. ഈ തന്തയില്ലാത്ത അവിടെ പോയിട്ടും തന്തയില്ലായ്മ തന്നെ കാണിച്ച്. ഇവനെയൊക്കെ എന്തിനും ഉണ്ടാക്കിയെന്നാണ് ഞാൻ അറിയുന്നത്, പറയാൻ പറ്റത്തില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വസ്മിനിയുടെ കേസ് പോലെ, ഏത് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ദോശയും കരിഞ്ഞു പോകുമെന്ന് നമ്മൾ വിചാരിക്കത്തില്ല. ഒന്ന് രണ്ട് ചിലപ്പോൾ ഇതുപോലെ കരിഞ്ഞു പോയതായിരിക്കും. ഓക്കെ, പക്ഷെ വീട്ടിലും നാട്ടിലും കണ്ണിലുണ്ണി എണ്ണയിലുണ്ണിയൊക്കെ ആയ ഇവൻ ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറുന്നുണ്ടെന്ന് പൊതുസമൂഹം അറിയണം. ഇവനെ പോലുള്ള നാറുകളെ നാട്ടുകാരറിയണം. അതിനുവേണ്ടി തന്നെയാണ് ഇവനെ പോലുള്ളമാരെ നാട്ടുകാരറിയണം, 10 ആളറിയണം. അങ്ങനെയെങ്കിലും ഇവനെ പോലുള്ള കഴുപ്പണം കെട്ടന്മാരെ മറ്റേ കഴപ്പ് പൊങ്ങുന്ന സാധനം അങ്ങോട്ട് ഒടിയട്ടെ, അങ്ങനെയെങ്കിലും തീരട്ടെ. എനിക്ക് തന്നെ കലി പറഞ്ഞു കാണുമ്പോൾ. ബാക്കി This whole situation even worse was the people around him, including a tarot trader who reinforced all his delusions. And I will include this voice note. ഈ കൊച്ചിനെ വട്ടാണ് സാന്ദ്രയ്ക്ക്, അത്ര എനിക്ക് പറയാനുള്ളൂ. സ്നേഹം മനസ്സിൽ വെച്ചിട്ട് എന്തിനാ ഈ വേദന അനുഭവിച്ചിങ്ങനെ ഇരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ് അതായിട്ട് കിട്ടിയത്. ആൻഡ് ഷീസ് ഫീലിംഗ് ഇമോഷണൽ. എനിക്ക് തോന്നുന്നു പ്രാർത്ഥന എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലെ പള്ളിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും. പള്ളിയിലാന്ന് തോന്നുന്നു അല്ലെ കുറച്ച്. So the saddest part is that even today this man believes that I secretly love him and that my reactions are only because I'm angry at him. I have tried every possible way to make it clear that I don't want any contact, including like ignoring him for all these years. I'm not going into legal details because due to this ongoing proceedings and potential legal complications. Since this case falls under POCSO, it's been taken seriously. And I don't know when the story will end or like whether I'll be one day in news. But before it happens, I want people to know the truth from. ഓക്കെ, ഇവളെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ ഇവൻ ശല്യം ചെയ്യുന്നതാണ്. അപ്പൊ അത് വെച്ച് കൊടുക്കുമ്പോൾ വകുപ്പ് വേറെയാ, പഷ്ക ആ വകുപ്പിലോട്ട് വിടും. പിന്നെ ഇവൻ വിചാരിക്കുന്നത് ഇവൻ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോഴും അവൾ റിജക്ട് ചെയ്ത് ഇങ്ങനെ തിരിഞ്ഞു നിന്ന് ദേഷ്യം കാണിക്കുന്നത് ഏട്ടായിയോടുള്ള കലിപ്പ്, കാന്താരിയുടെ കലിപ്പെന്നാണ് അവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പന്ന കടയാടി മോനെ, അവളെ പുറകെ നടന്ന് പച്ചത്തെറി അപരാധം വിളിച്ചു പറഞ്ഞ് അവളെ ശല്യം ചെയ്തിട്ട് ഇഷ്ടം കൊണ്ടാണ് കാണിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. അല്ലടാ, നീ നിന്റെ കുടുംബം സൂപ്പർ, നിന്നെയൊക്കെ എല്ലാത്തിനെയും എൻകൗണ്ടർ ചെയ്യണം, ഒന്നിനെയും വെറുതെ വിടാൻ പാടില്ല. കടയാടി മക്കൾ, അല്ലാതെ നിന്നെയൊക്കെ എന്നാ പറയാനാ? ഓക്കെ, ഒരു പെൺകുട്ടിയുടെ പിന്നാലെ നടന്ന് അവളെ ശല്യം ചെയ്യുക, തെറി പറയുക, പച്ചാപരാധം പറയുക, എന്നിട്ട് അവൾ നിന്നെ സ്നേഹിക്കണോ? അത് അന്തസ്സുള്ളവന്മാര് ചിലപ്പം ഒലിപ്പീരുമായിട്ട് നടന്നിട്ട് വളയ്ക്കാൻ ശ്രമിക്കും, അല്ല തന്തയില്ലായ്മ കാണിക്കത്തില്ല. ഓക്കെ, ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായിട്ട് അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ 1-2 സ്റ്റെപ്പ് കൂടെയൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യുക. എവർ ട്രൈഡ് എവർ ഫെയിൽ, ട്രൈ അഗൈൻ, ഫെയിൽ ബെറ്റർ, വൺ ഡേ ദ വേൾഡ് ഈസ് യുവേഴ്സ് എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ കിട്ടും. അല്ലാണ്ട് പച്ചാപരാധം കാണിച്ച് അവളെ ശല്യം ചെയ്ത് പൊതുശല്യമായി മാറുകയല്ല ചെയ്യേണ്ട. ആദർശ തെണ്ടി, നിന്നെ കൂടുതലും എനിക്ക് പറയാനൊന്നുണ്ട്. പിന്നെ നമ്മുടെ ഗൈഡ് ലൈനൊക്കെ ഒരുവിധം കൺട്രോൾ ചെയ്ത് സംസാരിക്കുന്നു. And when this person tried to contact me, I rejected him initially. Soon after, he threatened to show up in my house and pressured me to accepting his Facebook request. So to maintain a healthy relationship, I texted him replies for the messages I received, and I did this out of fear too. Like, I was not comfortable my parents coming to know this whole situation, and I also felt it would affect my independence and freedom. So when he later expressed romantic interest in me, I rejected politely. I'll also add a screenshot of what I said in 2014 as a teenager. So however, he continued trying to convince me that I was his twin soul, and I never believed in that. And I was also in a relationship back then. He also intimidated and threatened my ex-boyfriend. Then later when I joined in college, he began showing up in my college, introducing him as my brother to the securities. As the time went, his behavior just escalated. He threatened to kill my parents and even came to my house looking for my father. Ironically, that day he met an accident in front of my house, and my father and younger sister helped him without realizing who he actually was. And I was away at college at the time and informed my family about the concerns, but they never knew who this person was. So later he used an abusive language against my mom, and in 2019 I shared this
on my social media. ഓക്കെ, ഈ നാറിക്ക് ഭ്രാന്തല്ല, അതിന് മേളിൽ വേറെ എന്തുണ്ട്? കോളേജിൽ പോയിട്ട് ഇവിടെ ബ്രദറാണ്, കോപ്പാണ്, തേങ്ങയാണ്, തൊലിയാണ്, എന്നിട്ട് ത്രട്ടണിങ്, എന്തൊക്കെയുടെ ഇത്? ഇവനൊക്കെ എന്തിനാണ് പുറത്ത് വിട്ടിരിക്കുന്നത്? ഇവനൊക്കെ എന്തുമാത്രം ഡേഞ്ചർ എന്നറിയാവോ? എൻകൗണ്ടർ ചെയ്തകളെ അതാണ് ചെയ്യേണ്ടത്. സത്യം ഇവിടെ തീർക്കേണ്ട കുറെ നാറുകളുണ്ട്. ഇവനെയൊക്കെ തീർത്തു കഴിഞ്ഞാൽ അടുത്ത് കുറെ കഴപ്പന്മാർക്ക് കുറച്ച് കടിയൊന്നും കുറയും. എന്തോ ഇവിടുത്തെ നിയമം ഇനി ശക്തമാകാൻ പോകുന്നത്. ഒരു പെണ്ണിന്റെ പിന്നാലെ നടക്കുക, ശല്യം ചെയ്യുക, പൊതുശല്യമായി മാറുക, തന്തയില്ലായ്മ കാണിക്കുക, എന്നിട്ട് ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ഒരു കുഴപ്പമില്ല. സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാലും ബോട്ട് പുല്ല്. ഇതൊക്കെയാണ് ഇവിടുത്തെ രീതി. ഇതുപോലെ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് പെമ്പിള്ളാരായാലും ആമ്പിള്ളാരായാലും സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ അവിടെ നിന്നെങ്കിലും കുറച്ച് സപ്പോർട്ട് കിട്ടും. അതുപോലെ ഇവനെയൊക്കെ പോലുള്ള നാറുകളെ നാട്ടുകാർ അറിയും, എക്സ്പോസ് ആവും. അതെങ്കിലും ഇവിടെ സംഭവിക്കുന്നുണ്ടല്ലോ, വളരെ ഒരു ആശ്വാസം. ബാക്കി പറ മോളെ നീ. ഇനി ലാസ്റ്റ് ഇപ്പോഴത്തെ റീസെന്റ് കട്ടൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് റെക്കോർഡും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പെൺകുട്ടി കേൾപ്പിക്കുന്നുണ്ട്, കേൾക്കാം. രാവിലെ എനിക്ക് ഒരു കോള് വന്നു. ഇവനും ഇവന്റെ അമ്മയും കൂടെ ഗ്രൂപ്പ് കോളാ ചെയ്ത്. ആൻഡ് എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്റെ പാരന്റ്സിനെ കൂടെ ഈ കോളിൽ ആഡ് ചെയ്തു. ആൻഡ് നിങ്ങൾക്കത് വട്ടില്ല, വേണ്ടാന്ന് പറഞ്ഞാല് പിന്നെ ആ പെണ്ണിന്റെ ജീവിതത്തിലേക്ക് അഭിമാനമുള്ളവർ എത്തി നോക്കോടാ. അത് തന്നെയാണ് പറയുന്നത്. അത്രയും അടിയുണ്ടാക്കി പോയിട്ട് ഞാൻ ഓളെ പിന്നാലല്ല പോയത്. ആദ്യം മനസ്സിലാക്കി. അല്ലെങ്കിൽ ഓളോട് ഒരൊറ്റ ആരെ കിട്ടാനിട്ട് അവള് നിന്റെ പറഞ്ഞ വരായിരുന്നു. അല്ല, ഒരിക്കലും അല്ല. അതല്ല ഓള് എന്റെ സാധനം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അപ്പോ നീ വെച്ചിട്ട് പോ ഫോണ്. നിന്നോട് പറഞ്ഞാലും ഞാൻ വിട്ട്. എന്നാൽ അവളോട് ആവശ്യമില്ല. ഞാൻ അവളോട് തെറ്റ് ചെയ്തിട്ടില്ല. ഓളായിട്ട് എന്നോട് ചെയ്ത കാര്യങ്ങൾക്ക് അത് അങ്ങനെ തന്നെ വരൂ. അത് അങ്ങനെ തന്നെ വരൂ. പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി നാട്ടിൽ പോയിട്ട് ഞാനും ചെന്നോട്ടെ പോലീസ് സ്റ്റേഷനിൽ. നമുക്ക് എന്താ നടക്കുമെന്ന്. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? കാര്യങ്ങൾ പറയൂ. നിങ്ങൾ പോലീസ് കാര്യം പറയാ. അല്ലാണ്ട് ഇപ്പൊ ഇതിന് പറഞ്ഞിട്ട് കാര്യമില്ല. സൈക്കാട്രിസ്റ്റിനെ കാണിക്കും. വേണ്ടത് എന്താന്ന് വെച്ചാൽ അടുത്ത നടപടികൾ ചെയ്യും. നിങ്ങൾ ഒരു അമ്മയോട് ചെയ്യണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. സോ ഇതാണ് ഞാൻ എല്ലാ ദിവസവും ഡീൽ ചെയ്യുന്ന കാര്യം. ആൻഡ് ഐ എം സോ എക്സോസ്റ്റഡ് ആൻഡ് ടയർഡ് ഓഫ് ദിസ്. പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഈ നാറയൊക്കെ ജയിലിൽ പിടിച്ചിട്ടുണ്ട്. ജയിലിൽ പിടിച്ചിട്ട് തീറ്റി പോയിട്ടുണ്ടെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. അതുപോലെ നമ്മുടെ തമിഴ്നാട്ടില് ജയിലില് കഞ്ഞിയും പയറും ഒക്കെ ആക്കിയിട്ടുണ്ട്. കഞ്ഞിയും പയറും ചോറും പയറും ഒക്കെ ആക്കിയിട്ടുണ്ട്. അതുപോലെയൊക്കെ ആക്കണം. ഇവിടെയുള്ള നാറയൊക്കെ തിന്നാൻ കൊടുത്ത് പെരുപ്പിക്കാണ്ട് നമ്മളെ ദളപതി ചെയ്യുന്ന പോലെ ചെയ്യ്. അതാണ്ട് ആ CM രോമാഞ്ചിഫിക്കേഷൻ. ഇവിടെ നിന്ന് കൂടും എടുത്തോണ്ട് തമിഴ്നാട്ടിൽ പോയാലെന്ന് വരെ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇനി ഐഡന്റിറ്റി ഒക്കെ പ്ലേസ് ചെയ്തെടുക്കുമ്പോൾ സഭയെടുക്കും. ഓക്കെ, എന്തായാലും വാഴ്ത്തുക്കൾ തലൈവ നമ്മ ദളപതി. ഓക്കെ, അപ്പൊ ഈ പെൺകുട്ടിയുടെ കേസിലോട്ട് പറയുകയാണെങ്കിൽ ഈ നാറി ഉളുപ്പില്ലാത്തവൻ, ആണുങ്ങളുടെ വില കളയാൻ നടക്കുന്ന പറമ ചക്കാൻ, നിന്നെയൊക്കെ പോലുള്ളവനൊക്കെ എന്ത് ചെയ്യണം? നാറി. ഇങ്ങനെ ഓരോരുത്തന്മാരുണ്ട് ആണുങ്ങളെ വില കളയാനായിട്ട്. ഒരു പെണ്ണ് വേണ്ടെന്ന് പറഞ്ഞാൽ കളഞ്ഞിട്ട് പോടാ, കാട്ട് കഴിവേറി. അവളെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തു, പൊതു ശല്യമായി. നിനക്കെന്തുപാട്? വേറെ പെണ്ണില്ലേടാ ഈ ലോകത്ത്? എന്തുപാട് മരക്ക് ഇങ്ങനെ? എന്നൊക്കെ എത്ര റിജക്ഷൻ ഫേസ് ചെയ്തതാ. വാഴ്ത്തിട്ടേ ഇരിക്കണ്ട, വാഴ്ന്നിട്ടേ പോയിട്ടേ ഇருக்கு. ഇതാണ്ടാ വാഴ്ക്കേ. റിജക്ഷനാ എൻജോയ് പண்றா. ഒരു പെണ്ണ് റിജക്ട് ചെയ്ത അവള് എന്നെ ഡിസർവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് മാറിപ്പോടാ. അല്ലാണ്ട് ആണുങ്ങളെ വില കളയാനായിട്ട് കടക്കാടി മോനെ. നിന്നെപ്പോലുള്ളവനെ ഇതാണ് നല്ലത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയൊരു വീഡിയോ ഇടണം. ബൈ.